പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതായി ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. CAA വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം ചേർന്നു. അങ്ങോട്ടും കൂടിയാലോചിച്ച് അവസാനം ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ കൊടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങൾ വക്കാലത്ത് കൊടുത്തു, ഫയൽ ചെയ്തു. ഇന്ന് കോടതി ഫയൽ ചെയ്തു. അപ്പോൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഈ പോസ്റ്റ് ചെയ്ത് വരണം. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട ഇത് തന്നെയല്ലേ? അതെ, ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട കേസ് മാത്രമല്ല, പൗരത്വ ബില്ലിൽ ഇപ്പോൾ റൂൾസൊക്കെ കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ളത് മൊത്തത്തിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ട് സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് ഇന്നലെ ആവർത്തിക്കുകയും ചെയ്തു. അത് ആശ്വാസകരമായ ഒരു കാര്യമല്ലേ CM-ന്റെ ഈ പ്രസ്താവന? അല്ല, അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ല തന്നെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത്. പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ മുസ്ലിം ലീഗിന്റെ ഹർജി പ്രധാനമായി പരിഗണിച്ച് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിയമം പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇതു സംബന്ധമായ വക്കാലത്തിൽ ഒപ്പുവെച്ചു. CAA വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം ചേരും. CCN മലപ്പുറം.